അതായത് സ്പിരിച്വൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഹ്യൂമൻ 3.0 എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട 4% ആളുകൾക്ക് അവരുടെ സ്ഥാനം, ലോകത്തിലെ അവരുടെ സ്ഥാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവരുടെ ഓരോ പ്രവർത്തനവും ആ ബോധ്യത്തോടു കൂടി ആയിരിക്കാം. മറ്റെന്താണ് പറയുന്നത്? അവർ ലോകത്തുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ, അതായത് എൻ്റെ സാന്നിധ്യം കൊണ്ട് ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും, അവരുടെ ഓരോ ചിന്തകളും, അവരുടെ ഓരോ ആക്ഷൻസും, ഞാൻ എടുക്കുന്ന തീരുമാനം എങ്ങനെ ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന ബോധ്യത്തോടു കൂടിയാണ്. അവർക്ക് മറ്റു പ്രത്യേകത എന്തുകൊണ്ട്? അവർക്ക് ജ്ഞാനമുണ്ട്, വിസ്ഡം എന്ന് പറയും. മറ്റു പ്രത്യേകത എന്താണ്? ഇൻഡ്യൂഷൻ ഉണ്ട്. അതായത് അവർക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള 6th സെൻസ് അവർക്കുണ്ട്. അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. അവർ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യും, മറ്റുള്ളവരെ എന്താണ് പ്രോത്സാഹിപ്പിക്കും. അവർ ആ ബിസിനസ്സിൽ, അതായത് കസ്റ്റമറുടെ ബിസിനസ്സിൽ, ഒരു കസ്റ്റമറുടെ നീഡായിക്കോട്ടെ, അവരുടെ വാണ്ടായിക്കോട്ടെ, അവർ ആ കസ്റ്റമർ നേടുന്ന വെല്ലുവിളികൾ അവരുടെ വെല്ലുവിളികളായി മാറ്റും. ആ കസ്റ്റമറുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങളായി മനസ്സിലാക്കിയിട്ട് അവരോട് ചേർന്ന് നിന്ന് അവരുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലത്തിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. അതാണ് സ്പിരിച്വൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ആ ഹ്യൂമൻ ബീയിങ് 3.0യുടെ പ്രത്യേകത. അവർ വളരെയധികം എന്താണ്, ഹൈലി സെൽഫ് അവെയർ ആയിരിക്കും. അവർക്ക് ഈ പറയുന്ന, അവരൊരു സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ബിസിനസ്സിലേക്ക് വരുന്ന എല്ലാ കസ്റ്റമറെയും ചേർത്ത് പിടിക്കുവാനുള്ളൊരു ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവർക്കുണ്ട്.